ഹലോ കൂട്ടുകാരെ, ഞാൻ ഹിബ മെഹറിൻ കരിമ്പുഴ GLP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. വിശപ്പ് സഹിച്ചവന് പച്ചവെള്ളത്തിന്റെ രുചി അറിയാൻ കഴിയുകയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നാം എന്തു സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, വസ്ത്രം, ആവശ്യാനുസരണം ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേന ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവും ആയിരുന്നു അവന്റെ കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് അവന്റെ അമ്മ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ട് അവന്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്ന ഒരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ ധനികനായിരുന്നു. കുട്ടൻ ഒരു ദിവസം അവനോട് ചോദിച്ചു, നിന്റെ വീട് ഓലമേനതാണോ അതോ ഓടിട്ടതാണോ? അവൻ പറഞ്ഞു, എന്റെ വീട് മാളികപ്പുറമുള്ള വീട്. ഇത് കേട്ടതും കുട്ടൻ അതിശയത്തോടെ ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്? നീ അങ്ങനെയുള്ള വീടൊന്നും ഇതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ ഒരു ദിവസം നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും ബാബുവിന്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ, കൊട്ടാരം പോലെയുണ്ടല്ലോ. വീടിന്റെ വാതിൽ തുറന്നതും ബൗ ബൗ ഇത് കേട്ടതും കുട്ടൻ പേടിച്ചു പോയി. വലിയ വീട്, അതിലൊരു വലിയ പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുമ്പിൽ എന്താണെന്നോ? വലിയൊരു പാത്രം നിറയെ ആഹാരം. ഇത് കണ്ടതും കുട്ടന്റെ വായിൽ വെള്ളമൂറി. ഒരു ദിവസം ടീച്ചർ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടി ആയാൽ മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ചിരി അധികം നേരം ഉണ്ടായില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചു ഉയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നമുക്ക് ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കൂ. കുട്ടന്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാവട്ടെ. ഈ കുട്ടൻ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന അന്തരിച്ച KR നാരായണൻ. നന്ദി.